സ്ത്രീകളുടെ ആരോഗ്യവും ചെറുപ്പവും നിലനിർത്തുന്നതിന് അവരുടെ ശരീരത്തിലെ മാസമുറയും സ്ത്രീ ഹോർമോണുകളും പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് എല്ലാ മനുഷ്യർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 45 വയസ്സ് കഴിയുന്ന സമയം, അതായത് മാസമുറ നിൽക്കുന്നതിന് 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ശരീരത്തിലെ ഹോർമോണുകൾ കുറയുന്നതിനുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് മറികടക്കുന്നതിന് അവർക്ക് പതിവായിട്ട് കഴിച്ചിരിക്കേണ്ട 5 തരം വൈറ്റമിനുകൾ പറഞ്ഞാൽ, ഈ പറഞ്ഞു കേൾക്കുമ്പോൾ ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വൈറ്റമിനോ സപ്ലിമെന്റോ വാങ്ങി കഴിക്കാനല്ല കേട്ടോ. ഈ വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. ഇത് എല്ലാ സ്ത്രീകളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സൂക്ഷിച്ചോളൂ. ഒന്നാമത്തത് മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യം കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനത്തിനെ സഹായിക്കുകയും ഉറക്കം ശരിയായിട്ട് കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. അമിതമായിട്ടുള്ള വരുന്ന ടെൻഷൻ, മാനസിക പിരിമുറുക്കം, ദേഷ്യം ഇതെല്ലാം മറികടക്കുന്നതിന് മെഗ്നീഷ്യത്തിന് കഴിവുണ്ട്. ഉറക്കം കിട്ടുന്നില്ലെങ്കിലും മെഗ്നീഷ്യം കഴിക്കുന്നത് നല്ലതാണ്. മെഗ്നീഷ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നട്ട്സിനകത്തും, സീഡ്സ്, ചീര, അവക്കാഡോ പോലുള്ള ഭക്ഷണങ്ങൾക്കകത്ത് സമൃദ്ധിയായിട്ട് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് വൈറ്റമിൻ B12 ആണ്. നിങ്ങൾക്ക് കൈകാല പെരുപ്പ്, പിരിപിരിപ്പ്, തലപെരുപ്പ്, ശരീരത്തിന് ഒരു കോച്ചിപ്പിടുത്തം, ഭയങ്കര ക്ഷീണം, കൈയും കാലും വിറയില്, മസിലുകൾ ആവശ്യത്തിന് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ B12 ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്. നോൺ വെജ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പരിഹാരമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ നോൺ വെജ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നട്ട്സും സീഡ്സും എല്ലാം എടുക്കുക. പാല്, മുട്ട എങ്കിലും ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഇത് നിങ്ങളുടെ വൈറ്റമിൻ B ആവശ്യത്തിന് കിട്ടുന്നതിന് സഹായിക്കും. മൂന്നാമത്തത് omega-3 ഫാറ്റി ആസിഡ് ആണ്. സ്ത്രീകൾക്ക് ഹൃദയത്തിനെയും രക്തക്കുഴലിനെയും സംരക്ഷിക്കുന്നത് സ്ത്രീ ഹോർമോണുകളാണ്. സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു തുടങ്ങിയാൽ ഈ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, കൊളസ്ട്രോൾ കൂടാനുള്ള ടെൻഡൻസി എല്ലാം ഉണ്ടാകും. ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന്, ബ്ലഡ് വെസൽ ഡിസീസിന് ചേർക്കുന്നതിന് omega-3 ഫാറ്റി ആസിഡ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. omega-3 ഫാറ്റി ആസിഡ് ഉള്ളത് ചാള, ചൂര, അയല പോലുള്ള മത്സ്യങ്ങൾക്കകത്ത്, വാൽനട്ട്, ബ്രസീൽ നട്ട് പോലുള്ള, ബദാം പോലുള്ള ഭക്ഷണങ്ങൾക്കകത്തെല്ലാം സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. മത്തങ്ങ കുരു പോലുള്ളവ ഡെയിലി 1 സ്പൂൺ കഴിക്കാനായിട്ട് നോക്കുക. ആവശ്യത്തിന് omega-3 കിട്ടുകയും ചെയ്യും. നാലാമത്തത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ സൗന്ദര്യ സംരക്ഷണത്തിന്, സ്കിന്ന് തൂങ്ങിപ്പോകാതെ, മുടിയുടെ ആരോഗ്യത്തിന്, സ്കിന്നിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന്, രോഗപ്രതിരോധ ശേഷിക്ക്, കരളിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. സൺഫ്ലവർ സീഡ്, അവക്കാഡോ പോലുള്ളവയ്ക്കകത്ത് ഉയർന്ന അളവിൽ ഈ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒലിവ് ഓയിൽ ഭക്ഷണത്തിനകത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അഞ്ചാമത്തത് വൈറ്റമിൻ ഡി ആണ്. നിങ്ങൾക്കറിയാം, വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറയും, അലർജി ടെൻഡൻസി കൂടും, എന്നതിനുപരിയായിട്ട് മസിൽ പെയിൻ, എല്ലുകളുടെ ആരോഗ്യം കുറയും പോലുള്ള പ്രോബ്ലംസ് വരും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഒരു 15 മിനിറ്റുള്ള വെയിൽ കൊള്ളാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ സപ്ലിമെന്റ് എടുക്കാൻ